ഈ നേരത്തെ പറഞ്ഞ സിനിമകളുണ്ടല്ലോ, ഡയറി എന്നുള്ള വാക്ക് പേരുമായിട്ട് ഇൻവോൾവ് ആവുന്നത്, അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നായകന് ഈ കേസുമായിട്ട് പേഴ്സണൽ അങ്ങനെ ബന്ധങ്ങളില്ല. മലയാളത്തിൽ വേറൊരു കുഴപ്പമുണ്ട്, നായകൻ പേഴ്സണലി ഇൻവോൾവ് ആവും, നായകൻ്റെ അനിയനോ നായകൻ്റെ ഭാര്യയോ ഒക്കെ ആ കേസിൽ ഇൻവോൾവ് ആവും. അങ്ങനെ പേഴ്സണലി ആ കേസ് പലപ്പോഴും കൊണ്ടുപോവുക. ഈ രണ്ട് സിനിമകൾക്ക് ആ സ്വഭാവം ഇല്ല. ഞാൻ പറഞ്ഞ രണ്ട് സിനിമകളും കേസ് ഡയറി സ്വഭാവത്തിൽ വരും. പേഴ്സണലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ സംഭവം. അതല്ലേ സസ്പെൻസ്, നമ്മളെങ്ങനെ പറയുന്നത്. പേഴ്സണലി ഉണ്ട്, മറ്റുള്ളവരെ കേസ് ഡയറി അതാണല്ലോ. ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അത് നമുക്ക് സിനിമയ്ക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതല്ലേ പ്രശ്നം. പേഴ്സണൽ കേസാണ് ഞാൻ അന്വേഷിക്കാൻ വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെ നമ്മൾ ഇന്ന ആളുടെ കേസ് അന്വേഷിക്കാൻ വരുന്ന ഡയറി അല്ല കേസ് ഡയറി ഓപ്പൺ ചെയ്തല്ലേ, അത് നമുക്ക് പറയാം. അതെന്തേ പ്രശ്നം. വിഷ്ണുവിന്റെ ചോദ്യം വെച്ചാൽ നിങ്ങൾ പോലീസ് ഓഫീസർ വേറൊരു കേസ് അന്വേഷിക്കുന്നതാണോ, അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് പേഴ്സണൽ കണക്ഷൻ പറയാൻ പറ്റില്ല. എന്താ ഞാൻ പറയാ, എനിക്കങ്ങനെ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിനകത്ത് ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറാണ് അഷ്കർ. അഷ്കറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമർത്ഥനായ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. കഥാപാത്രത്തിന്റെ പേര് വരുന്നതാണ് വ്ളാഡിമർ. വ്ളാഡിമർ പുട്ടിനുമായിട്ട് എന്തെങ്കിലും ബന്ധം? അത് എങ്ങനെയാണ് ഒരു സമയത്ത് ഈ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, അഷ്കറിന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. അല്ല അഷ്കറാണെങ്കിൽ തന്നെ വ്ളാഡിമർ എന്നാണ് പേരെങ്കിലും വ്ളാഡി എന്ന് വിളിക്കുന്നത്. എനിക്ക് എന്റെ കൂടെ ഉള്ള ആളാണ്, എന്നെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തോടാണ് ഞാൻ കൂടുതൽ എപ്പോഴും പുള്ളിയുടെ പേര് പോലും മറന്നു പോയി. ഞാൻ അങ്ങനെ ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ അർത്ഥവും മാറിപ്പോകും. അതാണെങ്കിൽ സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ ഇദ്ദേഹത്തിന് കുറെ ഡയലോഗും കുറെ ടെക്നിക്കൽ ടൈംസ് ഒക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഈ അഷ്കർ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗണ്ണിന്റെ നമ്പറും മറ്റേ IRPC CRPCയിലെ വകുപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാഡി വിളിക്കണം. ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ടെക്നിക്കൽ ടൈമുള്ള ഡയലോഗ്സ്, 369 ബുള്ളറ്റും പരിപാടി എന്നൊക്കെ പറഞ്ഞ് വകുപ്പ് മുറകാരം മറ്റത് ബ്ലാഡി എന്നൊക്കെ ബ്ലാഡിനോട് വിളിക്കേണ്ടി വരുമ്പോ ഞാൻ എന്റെ പൊന്നഷ്കർ ഞാൻ റിഹേഴ്സലൊക്കെ ഞാൻ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, അഷ്കറുണ്ട്, അമീറുണ്ട്, കിച്ചു എല്ലാം ഉണ്ട്. ക്യാമറ 360 ഇട്ടേക്കുന്ന ഫുൾ അഷ്കർ ഡയലോഗ് മാത്രം. ഇങ്ങനത്തെ ഡയലോഗ്സും റിഹേഴ്സലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ണും പൊത്തി നിൽക്കും, എന്റെ ഈശ്വര ഒരു ആക്ടർ എങ്ങനെ ഇത് പറയും. പക്ഷെ അവനത് അപ്പൊ ഇങ്ങനത്തെ കടിച്ചപ്പെട്ട ഡയലോഗിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഈ പണ്ട് പ്രതാപ് ചന്ദ്രൻ എന്നൊരു ആക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ പ്രതാപ് ചന്ദ്രന്റെ ഒരു പ്രത്യേകത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മകന് വിളിക്കുന്ന പേരുകളൊക്കെ തന്നെ ഇങ്ങനെ നാക്കുളുക്കുന്ന പേരുകളായിരിക്കും. ഇപ്പൊ ഗ്ലിവോസ്കി, പിന്നെ മലയാളത്തിൽ അങ്ങനെ ഒരു പേരെ പുള്ളി വിളിച്ചിട്ടുള്ളൂ. അതിലും ഈ കെട്ടുണ്ട് രാവുണ്ണി, ഫെഡറിക്ക, അതിനൊക്കെ ഈ നാക്കുളുക്കുന്ന സംഭവം. അപ്പൊ അതാണ് ഈ ക്യാരക്ടറിന്റെ പേര്. അഷ്കറാണ് ആ പേര് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അഷ്കറാണ്. അത് എല്ലാ ഇമോഷനിലും വിളിക്കേണ്ടി വരികയാണല്ലോ. സീരിയസ് ആയിട്ടൊരു മാറ്റർ പറഞ്ഞോ ബ്ലാഡി പറഞ്ഞു കൊടുക്കുക, അല്ലാതെ നമ്മൾ വേറെ ബ്ലാഡി എങ്ങനെയാണ് ഈ പേര് വന്നത് അപ്പോഴും ബ്ലാഡി വിളിക്കേണ്ടി. നമ്മളൊരു പോലീസ് കഥാപാത്രത്തെ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും അയാൾക്ക് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുക്കുമല്ലോ. ഇപ്പോൾ ചില ആക്ടേഴ്സൊക്കെ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇപ്പോൾ റൈറ്ററായിട്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവിടുത്തെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെക്കാളും കൂടുതൽ അറിവുണ്ടായിരിക്കും നിയമവശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അവരതങ്ങനെ പുറമേ പ്രകടിപ്പിക്കില്ല, വളരെ ഉള്ളിലേക്ക് ഒതുങ്ങിയിട്ടായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കേസിൻ്റെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക നൂലാമാലകളും അതിൻ്റെ ലൂപ്പ് ഹോൾസും ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. നേരെ മറിച്ച് ചില ആളുകൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില ആൾക്കാർ വളരെ തമാശ പറയും, ചില ആൾക്കാർ ഈ വരുന്ന ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ ചോദ്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പലപ്പോഴും കാണാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരാളെ ഇപ്പോൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ആഗ്രഹമുള്ളതോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്ത് നോക്കാനൊക്കെ ഗോകുലൻ ശ്രമിക്കാറുണ്ടോ? നമ്മളിപ്പോൾ ഒരു ബേസിക് ഐഡിയ റൈറ്റർക്കും ഡയറക്ടർക്കും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോലീസുകാരനാണ്, അല്ലെങ്കിൽ അയാൾ കുറച്ച് ക്രൂക്കഡാണ്, അല്ലെങ്കിൽ അയാൾ കുറച്ച് ഇന്നസെന്റ് ആണ്, അല്ലെങ്കിൽ അയാൾ കുറച്ച് ചിലരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ബേസിക് ഇൻപുട്സ് ഈ ഡയറക്ടേഴ്സും റൈറ്ററും തരുമല്ലോ. നമ്മൾ പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ഒരു പരിപാടി വെച്ച് പിടിപ്പിച്ചാൽ മതി. ഞാനങ്ങനെ ഇപ്പോൾ ഞാൻ 2-3 പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടയിൽ പോലീസായിരുന്നു, തുണ്ടിൽ പോലീസായിരുന്നു, പിന്നെ കൊച്ചാൾ എന്ന് പറഞ്ഞ നമ്മുടെ കിച്ചുവിൻ്റെ പടത്തിൽ പോലീസുകാരനായിരുന്നു, പിന്നെ ഇതിൽ പോലീസുകാരനായിരുന്നു. ഇതൊക്കെ ചെയ്തപ്പോൾ പോലും ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അല്ലെങ്കിൽ
ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിട്ട് പരിചയപ്പെടുകയും ചെയ്തിട്ടില്ല. നമ്മളെ ബേസിക് ഐഡിയയിലൊരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പോലീസുകാരെ, അതായത് റോട്ടിൽ നിൽക്കുന്ന പോലീസുകാർ, അമ്പലപ്പറമ്പിലെ പോലീസുകാർ, സ്റ്റേഷനിലെ പോലീസുകാർ, കോടതിയിലെ പോലീസുകാർ, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡയറക്ടർക്കും സ്ക്രിപ്റ്റർക്കും ഒരു പ്ലാൻ ഉണ്ടാവും, ഇന്നാണ് ഇന്ന വേണം. അപ്പൊ അവര് പറയുന്ന ഡിസൈനകത്തേക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്സ് ചേർക്കാന്നല്ലാതെ അങ്ങനെ ഒരു പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് റെഫറൻസ് എടുക്കാൻ സ്റ്റേഷനിൽ പോവുകയോ അങ്ങനെ ഒന്നും അത്രയും ഡീപ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല, വേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഒരുപാട് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. റീൽസിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു കാര്യം, നമ്മളൊരു മൊബൈൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നാണല്ലോ അഭിനയിക്കുന്നത്. പക്ഷെ മൂവി ക്യാമറയിൽ അവിടെ കൈകാലുകളുടെ മൂവ്മെന്റ്സ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന സജഷൻ ഷോട്ട്സ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. അതിനൊക്കെ ഈ 1 മിനിറ്റ് അല്ലെങ്കിൽ ഇപ്പൊ 3 മിനിറ്റ് ആണെന്ന് തോന്നുന്നു റീൽസിന് സമയം, അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടി സസ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ മൊബൈൽ ക്യാമറയും മൂവി ക്യാമറയും അതുണ്ടാക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതെങ്ങനെ ഫീൽ ചെയ്ത്? അല്ല, ഞാന് മൊബൈൽ ക്യാമറ ഞാൻ റീൽസ് എന്ന് മീൻസ് എന്താ പറയാ, ഡബ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ള ഒരു വോയിസ് അങ്ങനെ ഞാൻ ചെയ്യലില്ല. നമ്മളെ ഓൺ കണ്ടന്റ് എന്തെങ്കിലും, നമ്മളിപ്പോ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറച്ച് കണ്ടന്റും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ആണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും FB-യിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യല്. പിന്നെ നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ലൈറ്റുകളില്ല, എന്താ പറയാ, സിനിമ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ലൈറ്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. അപ്പൊ ഈ വലിയ വലിയ ലൈറ്റ് ഒന്നും വെച്ചിട്ടല്ലല്ലോ നമ്മൾ റീൽ ചെയ്യുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ക്വാളിറ്റി വൈസിലും ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ പറയാ, കൂടെ നിൽക്കുന്ന ആൾക്കാര് നമ്മളെ കംഫർട്ട് ആക്കി വെക്കുമ്പോ നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ഭർത്താവ് ക്യാമറമാനാണ്, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഡേറ്റ് ഇല്ല, അതില്ലേ പുള്ളിക്കാരൻ ഒരു ക്യാമറമാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എല്ലാം ഞാൻ മുന്നിൽ നിന്നുകാട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുപ്പര് കണ്ടന്റ് പറയും നമുക്ക് ഇത് എടുത്താലോ എന്ന് ചോദിക്കും. സത്യം പറയണേ, ഞാൻ ചെയ്യുന്ന കണ്ടിട്ടൊക്കെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റീൽസ് ചെയ്യുന്ന ആളെ നേരിട്ട് പരിചയപ്പെടുന്നത്. ഇത് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അതായത് ഒരു മുറിയിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു ലൈറ്റുള്ള ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ എന്താ പറയാ, റീല് ഇപ്പോ ക്യാമറയിൽ നോക്കി ഇതാക്കി അങ്ങനെ ഞാൻ ചെയ്യലില്ല. നമ്മളിപ്പോ എന്തെങ്കിലും സാധാരണ നമ്മൾ സംസാരിക്കും, ഇപ്പൊ ഞാനും ചേട്ടനും കൂടി സംസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിപ്പോ എന്റെ മൂപ്പര് എന്റെ ഹസ്ബൻഡ് ക്യാമറ വെച്ചെടുക്കും. അപ്പൊ അതില് നല്ല എന്താ പറയാ, നമുക്ക് ഓക്കെ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ അത് പോസ്റ്റ് ചെയ്യും. അല്ലാതെ അയ്യോ, അതൊക്കെ എന്നെക്കാളും കൂടുതൽ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ ഞാൻ ഇപ്പൊ ബേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയനെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഗൂഗിളിൽ ഇപ്പൊ ഒരു സയന്റിസ്റ്റ് ആയിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സിനിമ അങ്ങനെ വന്ന് ഭവിക്കണമെന്നില്ല, അത് വന്ന് ഭവിക്കല്ലേ. പക്ഷെ ക്രിയേറ്റർക്ക് സ്വയം അങ്ങനെ ആവാൻ പറ്റും ഒരു കണ്ടന്റ് എടുത്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്, ആളുകളിലേക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയി ഈ കോണ്ടന്റ് റീച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന റീൽസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് പലതും ചെയ്യുന്നത് എനിക്കത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതാ ഞാൻ എത്ര ക്യൂരിയസ് ചോദിച്ചാൽ എത്ര ടേക്ക് വരെ പോകും ഇത്? നിങ്ങൾ ഏതാണ് എളുപ്പം, റീൽസിൽ അഭിനയിക്കുന്നതാണ് എളുപ്പം, സിനിമ അഭിനയിക്കുന്നതാണ് എളുപ്പം? അങ്ങനെയല്ല, രണ്ടും എനിക്ക് ഏകദേശം ഒരേപോലെ. റീൽസ് എന്ന് പറയുമ്പോൾ നമ്മള് സ്വന്തമായിട്ട് നമ്മളൊരു സാധനം ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള കാഴ്ചകളും നമ്മൾ ആ എക്സൈറ്റ്മെന്റ് നമ്മള് ഷെയർ ചെയ്യാണല്ലോ. മറ്റേ സിനിമ എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിന്റെ സ്ക്രിപ്റ്റും എല്ലാ കാര്യങ്ങളും പക്കായിട്ട് അവിടെ ഒരു സൈഡിലുണ്ട്. നമ്മൾ ആ ഡയലോഗ് കാണപ്പാടും പഠിച്ച് എന്താ പറയാ, നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരുന്ന പോലെയോ അല്ലെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണോ അവർക്ക് എന്താണോ ആവശ്യം അതാണല്ലോ നമ്മൾ കൊടുക്കുക സിനിമയില്. മറ്റേത് നമ്മളുടെ ഓൺ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും എനിക്കിത് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അഭിനയിക്കണമെങ്കിൽ എനിക്കൊരു ഡയറക്ടർ വേണം, സഹായം വേണം, ഡയറക്ടർ വേണം, ഇതാണ് പരിപാടി. ഇങ്ങനെ അതിനകത്ത് മറ്റേ സംഭവമില്ലേ, ഇന്ന് എന്റെ പിറന്നാൾ ദിവസമാണ്, ഇന്നാണ് 22K. ഈ പരിപാടി ഞാൻ നക്ഷത്രമുണ്ട് മൊബൈലിൽ അത് ചെയ്തു കൊടുത്തില്ല, അവർക്ക് പിണക്കവും ആശംസകൾ ഓണത്തിന്റെ സമയമാണല്ലോ. എത്ര ആശം ചെയ്യുന്നറിയോ? പിന്നെ ഗോകുലൻ ചേട്ടാ, എനിക്ക് സ്വന്തമായിട്ട് ഡയറക്ടർ എന്റെ കൂടെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് പോക്കോ, ഈ ഓണത്തിന്റെ സമയം കൊടുക്കും 2 കവ.